ഹല്ലേലൂയ അവിടെ കാണുവാൻ കഴിഞ്ഞത് മെലിത്ത ദ്വീപിലെ നിവാസികൾ ബർബരന്മാരാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരു ദേശക്കാർ അവിടെ കയറിയാൽ അവരെ കൊല്ലുന്നവരാണ് മെലിത്ത നിവാസികൾ. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു വർഷം പുറകിൽ നമ്മളൊരു വാർത്ത വായിച്ചു. ആൻഡമാനിൽ ഒരു മിഷണറി എന്ത് ചെയ്തു, അതിൽ ഒരു ദ്വീപിലേക്ക് നീന്തി കയറിയപ്പോൾ അമ്പ് കൊണ്ട് എന്ത് ചെയ്തു, അതിൽ കൊല്ലുവാനിടയായി തീർന്നു. അതിൽ വില്ല് കുലച്ചവർ എന്ത് ചെയ്തു, കൊല്ലുവാനിടയായി തീർന്ന ഒരു മിഷണറി. ഇതുപോലെ ഈ 2024 അങ്ങനെ സംഭവിച്ചെങ്കിൽ 2000 വർഷങ്ങൾക്ക് പുറകിൽ പ്രിയപ്പെട്ടവരൊന്ന് എന്തിച്ചു നോക്കിയാട്ടെ, മെലിത്തയിലെ നിവാസികൾ ഹല്ലേലൂയ ക്രൂരന്മാരായിരുന്നു. ആരെ കിട്ടിയാലും കൊല്ലുന്നവരായിരുന്നു, മനുഷ്യരെ ഭക്ഷിക്കുന്നവരായിരുന്നു. പക്ഷേ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അസാധാരണ ദയ കാണിച്ചു. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവൻ ഉള്ളത് കൊണ്ട് അവിടെ കാണുന്നത് മെലിത്ത നിവാസികൾ എന്ത് ചെയ്തെന്നറിയാമോ, പൗലോസിനോടും കൂടെയുള്ളവരോട് എന്ത് ചെയ്തു, അസാധാരണ ദയ കാണിച്ചു. മെലിത്ത നിവാസികൾ അസാധാരണ ദയ കാണിച്ചെങ്കിൽ അതിനേക്കാൾ ദയ കാണിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ ആ ദൈവം നമ്മുടെ മധ്യ വെളിപ്പെട്ടു നിൽക്കുകയാണ്. മെലിത്ത നിവാസികൾ ആകാരം കൊടുത്ത് ഹല്ലേലൂയ ദയ കാണിച്ചുവെങ്കിൽ, മെലിത്ത നിവാസികൾ ദയ കാണിച്ച് സ്വീകരിച്ചുവെങ്കിൽ, നമ്മുടെ കുടുംബത്തോടും തലമുറകളോടും സഭയോടും ശുശ്രൂഷകളോടും ആ അസാധാരണ ദയ കാണിക്കുന്നവൻ ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെട്ടു നിൽക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അസാധാരണമായ ദയ എന്ത് ചെയ്തു, കാണിച്ചു. ഹല്ലേലൂയ. അത് കാണിക്കാൻ ഇടയായത് എന്തെന്നറിയാമോ, ഇതിനകത്ത് വാഗ്ദത്തമുള്ള ഒരുത്തൻ കിടക്കുകയാണ്. ഹല്ലേലൂയ. അവനെ മറുത്ത് ദൈവത്തിന് ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പകലിൽ നമ്മുടെ കുടുംബങ്ങളിൽ ചില ആപത്തുകൾ മാറിപ്പോകുന്നത്, ചില പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത് എന്തുകൊണ്ടെന്നറിയാമോ, ഒരു വാഗ്ദത്തമുള്ളവൻ, ഒരു കണ്ണുനീർ ഒഴുക്കുന്നവൻ ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട്. ഇന്ന് പകലിൽ പറയുന്നു, ഞാനും നിങ്ങളും നിലനിൽക്കുന്നതിന്റെ കാര്യമാണെന്നറിയാമോ, കണ്ണുനീർ ഒഴുക്കുന്ന ഒരുവൻ ഇതിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അസാധാരണമായ ദയ കാണിച്ചു. ഹല്ലേലൂയ. കാണിച്ചു കഴിഞ്ഞ് അവർ തണുപ്പ് കൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ, വിറകൊക്കെ പിറക്കിയിട്ട് 276 പേരും ഈ ഗ്രാമനിവാസികളും ചേർന്ന് അവർ എന്ത് ചെയ്യുകയാണ്, ഹല്ലേലൂയ തീയിട്ട് ഹല്ലേലൂയ ശരീരത്തിൽ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ, പൗരൂസ് എടുത്ത വിറകിനകത്ത് എന്തുകൊണ്ടിരിക്കുന്നു, അണലിയിരുന്ന് അവന്റെ കയ്യിൽ എന്ത് ചെയ്ത് ചുറ്റി. അവൻ എന്ത് ചെയ്യുന്നറിയാമോ, അതിനെ ഒരു പാമ്പാറ്റാ കണ്ടേ. ഹല്ലേലൂയ. സ്തോത്രം. അവനൊരു പാമ്പാറ്റ് കണ്ടപ്പോൾ അവരതിനെ അവരുടെ ദേവനായിട്ട് എന്ത് ചെയ്യും, ദേവിയായിട്ട് എന്ത് ചെയ്യാണ്, കാണുകയാണ്. ഹല്ലേലൂയ. ഇതാലൽ വൈസലോൺ. അവൻ പാമ്പാറ്റ് കണ്ട് ഇതിനെ എന്ത് ചെയ്തു, കുടഞ്ഞു കളഞ്ഞപ്പോൾ അത് തീയിൽ വീണ് എന്ത് ചെയ്തു, ചത്തുപോയി. പക്ഷേ അവര് പറഞ്ഞു, നീതി ദേവി ഇവനോട് എന്ത് ചെയ്തിട്ടില്ല, വാഗ്ദത്തമുള്ളവനോട് എന്ത് ചെയ്തിട്ടില്ല. അല്ലല്ല, നമുക്കറിയാം വാഗ്ദത്തമുള്ളത് പൗലോസ്. പക്ഷേ ഹല്ലേലൂയ അവര് പറഞ്ഞു, നീതി ദേവി കനിയാത്തത് കൊണ്ട് പാമ്പ് ചുറ്റിയെന്ന്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് കൂടി പറയുന്നു, ചിലതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, കുടഞ്ഞു കളയുവാൻ പോകുന്നു. 2025 നമ്മെ പിൻചുറ്റുന്ന ചില പാരമ്പര്യത്തിന്റെ വെല്ലുവിളികൾ, നമ്മെ പിൻചുറ്റുന്ന ഹല്ലേലൂയ ചില ദേശത്തിന്റെ വെല്ലുവിളികൾ, നമ്മെ പിൻവലിക്കുന്ന ചില പോരാട്ടങ്ങൾ, ചില വെല്ലുവിളികളെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഇതിനകത്ത് ആരാധിക്കുന്ന ചിലരോട് പറയുന്നു, നിന്റെ ശുശ്രൂഷയെ പോലും ചിലപ്പോൾ തകർത്ത് കളയുന്ന, ഹല്ലേലൂയ കുടുംബത്തിനകത്ത് അസ്വസ്ഥതകളിടുന്ന, സഭയ്ക്കകത്ത് പ്രശ്നങ്ങളിടുന്ന ചിലതിനെയൊക്കെ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, നമ്മൾ കുടഞ്ഞു കളയുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കുടഞ്ഞു കളയുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ചിലതിനെയൊക്കെ നമ്മൾ കുടഞ്ഞു കളയാൻ പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ ആത്മീയൻ ആത്മനിറവിലാണ് നടക്കുന്നത്. അവനിൽ കൃപാവരങ്ങളുണ്ട്, ഭാഷാവരങ്ങളുണ്ട്, വലിയ ദൈവകൃപയുണ്ട്, വലിയ ദൈവശക്തിയുണ്ട്. പക്ഷേ അവരുടെ ഈ ഹല്ലേലൂയ യാത്രയെ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചില ശക്തികൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അതിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇന്ന് പകലിൽ പറയുന്നു, 2025 മാറ്റിമറിക്കാൻ സ്വർഗ്ഗം സമ്മതിക്കത്തില്ല, കുടഞ്ഞു കളയുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം പറയുന്നു, ആത്മാവിൽ നമ്മുടെ കൃപാവരങ്ങൾ ജ്വലിക്കാതെ, നമ്മുടെ ഭാഷാവരങ്ങൾ ജ്വലിക്കാതെ, ആത്മാവിന്റെ ഫലങ്ങൾ ജ്വലിക്കാതെ, പ്രാർത്ഥനാ ജീവിതം ജ്വലിക്കാതെ, ആരാധന ജ്വലിക്കപ്പെടാതെ, പിൻചുറ്റുന്ന ചില പാരമ്പര്യത്തിന്റെ വെല്ലുവിളികളെ, ദേശത്തിന്റെ വെല്ലുവിളികളെ ഇന്ന് പകലിൽ എന്ത് ചെയ്യുന്നു, ഒരു പൗലൂസ് കുടഞ്ഞു കളഞ്ഞതുപോലെ ഇന്ന് പകലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുടഞ്ഞു കളയാൻ പോകുന്നു. കരങ്ങളെ തട്ടി ഇന്ന് പകൽ ദൈവത്തെ ഒരു നിമിഷം ആരാധിച്ചോട്ടെ. ആരാധിക്കുമ്പോൾ തന്നെ ചിലതൊക്കെ എരിയുന്നത് ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുകയാണ്. കുടുംബത്തിനകത്ത് പ്രാർത്ഥന വെളിപ്പെടാതെ, ആരാധന വെളിപ്പെടാതെ, ഐക്യതയോട് നിൽക്കാൻ പറ്റാതെ, ഐക്യതയോട് ആഹാരം കഴിക്കാൻ പറ്റാതെ, ഐക്യതയോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റാതെ വെല്ലുവിളിക്കുന്ന ചില പാരമ്പര്യ ശക്തികൾ, ദേശത്തിന്റെ പോരാട്ടങ്ങൾ, ഇതിനെയൊക്കെ ഇന്ന് പകലിൽ ഈ 12 മണിക്കൂർ പ്രാർത്ഥനയിൽ കുടഞ്ഞു കളയാൻ പോവുകയാണ്.